الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. رب هب لي من الصالحين فبشرناه بغلام حليم. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കുവാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് അവൻ്റെ സജ്ജനങ്ങളോടൊപ്പം അമ്പിയാക്കളും ഔലിയാക്കളും ശുഹദാക്കളും സ്വാലിഹുകളും അടങ്ങുന്ന സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏറെ പവിത്രമേറിയ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മളുള്ളത്, ദുൽഖഅദ മാസത്തിൽ. നമ്മുടെ നാടുകളിൽ നിന്ന്, ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നോ ലക്ഷങ്ങളാണ് മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പുറപ്പെടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ നാടുകളിൽ നിന്നുമൊക്കെ ഹജ്ജ് എന്ന മഹത്തായ ഇബാദത്ത് നിർവഹിക്കാൻ
അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഒരുപാട് സഹോദരീ സഹോദരങ്ങൾ യാത്ര പുറപ്പെടാനിരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ റഹ്മാനായ റബ്ബ് അവർക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പോകാൻ കൊതിക്കുന്ന, മനസ്സിൽ ആഗ്രഹം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ അതിന് ഇതുവരെ ആ ഒരു വിളിയാളമെത്താത്ത, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാത്ത എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് എത്രയും പെട്ടെന്ന് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ഹജ്ജ് ഏറെ മഹത്തായ ഒരു ഇബാദത്താണ്. നമസ്കാരം പോലെ, നോമ്പ് പോലെ, സകാത്ത് പോലെ പഞ്ചകർമ്മങ്ങളിൽ ഒന്ന് തന്നെയാണ് ഹജ്ജും. പല ആളുകളും ഹജ്ജിനെ ആ രൂപത്തിൽ പരിഗണിക്കാറില്ല എന്നുള്ളത് വസ്തുതയാണ്. അതൊക്കെ വലിയ ധനാഢ്യന്മാരായ ആളുകൾ, അതൊക്കെ കാലങ്ങൾക്ക് ശേഷം ആരോഗ്യപരമായൊന്നും കുറച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഉണർവോടെ, ഉത്സാഹത്തോടെ, ആരോഗ്യത്തോടെ ഒന്നും ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോൾ, കുറച്ച് പ്രായത്തിൻ്റെ ഒരു അങ്ങേ തലയിലേക്ക് എത്തുമ്പോഴാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്നൊരു തെറ്റായ ധാരണയായിരുന്നു അല്പകാലങ്ങൾക്ക് മുമ്പൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനൊക്കെ ചെറിയ മാറ്റങ്ങൾ വരികയും യുവാക്കളും യുവതികളും ഒക്കെ ആയ ആളുകൾ ഹജ്ജ് എന്ന മഹത്തായ ഇബാദത്തിന് വേണ്ടി യാത്ര പുറപ്പെടുന്നതുമൊക്കെ നമ്മുടെ നാടുകളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങൾ എണ്ണി പഠിപ്പിച്ചപ്പോൾ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ 5 കാര്യങ്ങളിൽ പെട്ടത് തന്നെയാണ് ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അവിടേക്ക് ചെല്ലാൻ, അള്ളാഹുവിന്റെ കഅബത്തിൽ ചെന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കാൻ, ആരോഗ്യപരമായി, സാമ്പത്തികമായി, അതുപോലെ തന്നെ വഴികൊണ്ടൊക്കെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒത്തിണങ്ങിയ സാഹചര്യങ്ങൾ അനുകൂലമായി വന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നിർബന്ധമാണ്. നിസ്കാരം നിർബന്ധമായതുപോലെ, സകാത്ത് നിർബന്ധമാകുന്നത് പോലെ, റമദാനിലെ നോമ്പ് നിർബന്ധമാകുന്നത് പോലെ ഹജ്ജ് നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലി ഇംറാന്റെ 97-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. കഅബത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അവിടേക്ക് ഹജ്ജിന്റെ തീർത്ഥാടനം നടത്തുക എന്നുള്ളത് അവർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്, അവരുടെ ഹക്കാണ് എന്ന് അള്ളാഹു പറഞ്ഞു. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ഇനി ആരെങ്കിലും ഇത് നിഷേധിച്ച് ഇതിനൊന്നും എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു മാറി നിന്നാലോ, ഫമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അള്ളാഹു ലോകരിൽ നിന്ന് നിരാശ്രയനാണ്, അതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവും പ്രയാസവും വരാനില്ല എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. അത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന ഗൗരവമേറിയ സ്വരത്തിലുള്ള ആയത്താണ് സൂറത്തു ആലി ഇമ്രാന്റെ 97-ാമത്തെ വചനം. അത് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രായപൂർത്തിയുള്ള, ബുദ്ധിയുള്ള ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർവഹിക്കാനുള്ള കഴിവുണ്ടായാൽ, അവന്റെ സാഹചര്യങ്ങൾ ഒത്തിണങ്ങിയാൽ അത് നിർവഹിക്കൽ നിർബന്ധമാണ്. അതിൽ യാതൊരു തരത്തിലുള്ള ഇളവുകളുമില്ല എന്നുള്ളതാണ് ഹദീസുകളും ആയത്തുകളും ഒക്കെ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സമുദായത്തിൽപ്പെട്ട പല ആളുകളും ഇതിനോട് വിമുഖത കാണിക്കുന്ന, ഈ ഒരു വിഷയത്തിൽ അശ്രദ്ധരായിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിലെ നിസ്കാരത്തെ കുറിച്ചിട്ട് അവർ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിനവർ ഗൗരവത്തോടുകൂടെ കാണുന്നുണ്ട്. നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഏറെ ഗൗരവത്തോടുകൂടെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഹജ്ജിന്റെ വിഷയത്തിൽ പരിഗണിക്കാത്ത, സാമ്പത്തികമായ സുസ്ഥിതിയുള്ള, മറ്റെല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ ആളുകൾ, അവരെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവർ ഇതിനെ പരിഗണിക്കാതിരിക്കുമ്പം അതേറെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നിർവഹിക്കാതെ നാം മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സമീപത്ത് ഒരു തീർത്തും ഇസ്ലാം പൂർത്തീകരിക്കാത്ത രൂപത്തിൽ, അതല്ലെങ്കിൽ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ ഈ ഒരു കാര്യം നിർവഹിക്കാത്ത രൂപത്തിൽ അപകടകരമായ തിന്മകൾ, ശിക്ഷകൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ ശ്രേഷ്ഠതയും മാഹാത്മ്യവും ഒക്കെ നമ്മൾ തിരിച്ചറിയുകയും വേണം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് എന്നൊന്ന് ഇല്ല. ജിഹാദിന്റെ പുകൽ അവർക്ക് നിർബന്ധമില്ല. അവർക്ക് ജിഹാദില്ല. പുരുഷന്മാരാണ് സായുധമായ പോരാട്ടങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് നറൽ ജിഹാദ് അഫ്ദലുൽ അമൽ. ജിഹാദ് എന്നുള്ളത് ഏറെ ധർമ്മസമരം എന്നുള്ളത് ഏറെ പ്രതിഫലാർഹമായ ഒന്നാണല്ലോ നബിയെ. അതുകൊണ്ട് അഫല നുജാഹിദു, ഞങ്ങളും പോരട്ടെ നിങ്ങളുടെ കൂടെ, ഞങ്ങളും യുദ്ധം ചെയ്തോട്ടെ, ഞങ്ങളും ജിഹാദുകളിൽ പങ്കെടുത്തോട്ടെ, ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പ്രതിരോധ പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങളും പങ്കാളികളായിക്കോട്ടെ നബിയെ എന്ന് ചോദിച്ചപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല, വേണ്ട, അതിൽ നിങ്ങൾ പങ്കാളികളാവേണ്ടതില്ല. ലാകിന്ന അഫ്ദലുൽ ജിഹാദി ഹജ്ജുൻ മബ്റൂർ, നിങ്ങൾക്ക് ഏറ്റവും വലിയ ശ്രേഷ്ഠകരമായ ജിഹാദ് അത് ഹജ്ജുൻ മബ്റൂർ, ഹജ്ജാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നമ്മൾ മനസ്സിലാക്കണം, സഹോദരികളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു താല്പര്യവും ഇതിനൊരു പരിഗണനയും ഈ വിഷയത്തിലൊരു ശ്രദ്ധയും ഒക്കെ നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. ഈ ജിഹാദ് അവർക്കില്ല എങ്കിൽ അവർക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ ജിഹാദ് ഇതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹി ഇൻ ദഅഉഹു അജാബഹും വ ഇൻ ഇസ്തഗ്ഫറുഹു ഗഫറ ലഹും. നോക്കൂ, ഹജ്ജിന് വരുന്ന ആളുകൾ അവർ അള്ളാഹുവിന്റെ വഫ്ദുകൾ, അതിഥികളാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വഫ്ദുല്ലാഹ്, അവർ ചില്ലറക്കാരല്ല. നമ്മുടെ നാടുകളിൽ നിന്ന് ഹജ്ജിന് നിയ്യത്ത് വെച്ചവർ, ഹജ്ജിന് യാത്ര പുറപ്പെട്ടവർ, ഇനി പുറപ്പെടാൻ വേണ്ടി നിൽക്കുന്നവർ, അവരൊന്നും ചില്ലറക്കാരല്ല. വഫ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ ഗസ്റ്റുകൾ, അള്ളാഹുവിന്റെ അതിഥികളാണ് അവർ. അവരുടെ പ്രത്യേകത ഇൻ ദഅഉഹും അജാബഹും, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇൻ ദഅഉഹും അജാബഹും, അവർക്ക് അല്ലാഹു ഉത്തരം കൊടുക്കും. അള്ളാഹുവിനോട് അവർ ചോദിച്ചത് അള്ളാഹു അവർക്ക് നൽകും. വ ഇൻ ഇസ്തഗ്ഫറൂഹു ഗഫറ ലഹും, കഅബയുടെ സമീപത്ത് വെച്ച്, അറഫയിൽ വെച്ച്, മിനയിൽ വെച്ച്, മുസ്ദലിഫയിൽ വെച്ച് അള്ളാഹുവിനോട് അവർ ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഗഫറ ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. നോക്കൂ, എന്തൊരു വലിയ ഓഫറാണ്, എന്തൊരു വലിയ സന്തോഷ വാർത്തയാണ് ഹാജിമാർക്ക് അള്ളാഹു നൽകുന്നു. ഒന്നാമത് അവർ ചില്ലറക്കാരല്ല എന്ന് പറയുന്നു, അള്ളാഹുവിന്റെ അതിഥികളാണെന്ന് പറയുന്നു. അവർ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുക്കുമെന്ന് പറയുന്നു. അതേ രൂപത്തിൽ തന്നെ അവരുടെ ഇസ്തിഗ്ഫാറിന്, പാപമോചന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു അവർക്ക് എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന നമുക്ക് സുപരിചിതമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഹജ്ജ ലില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഈ ഹജ്ജ് ചെയ്താൽ ഫലം യർഫുദ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, മ്ലേച്ഛകരമായ തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് കൃത്യവും വ്യക്തവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, അയാൾ ആ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എങ്ങനെയായിരുന്നു തന്റെ ഉമ്മ തന്നെ പ്രസവിച്ചത്, അതേ രൂപത്തിലുള്ള ഹൃദയശുദ്ധിയോടുകൂടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും വിമലീകരിച്ച ഹൃദയവുമായിട്ട് എല്ലാ തിന്മകളും കഴുകിക്കളഞ്ഞ് ശുദ്ധമായ ഹൃദയവുമായിട്ടാണ് നമ്മുടെ സഹോദരങ്ങൾ നമ്മിലേക്ക് കടന്നു വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എത്രമേൽ അനുഗ്രഹീതമായ ഇബാദത്താണത്, എത്രമേൽ മഹാത്മ്യമുള്ള ഇബാദത്താണത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ. നമുക്ക് പോകാനുള്ളവർ മനസ്സിലാക്കേണ്ടതുണ്ട്, പോയ ആളുകൾ തിരിച്ചറിയേണ്ടതുണ്ട്, പോയി വന്ന ആളുകളും തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ വരെ ജീവിച്ചവനെ പോലെയല്ല, എന്റെ മനസ്സ് വിമലീകരിക്കപ്പെട്ടിട്ടുണ്ട്, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിട്ടുണ്ട്, എന്റെ പാപങ്ങളൊക്കെ റഹ്മാനായ റബ്ബ് കഴുകിക്കളഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ ജീവിതത്തിൽ അബദ്ധങ്ങൾ വരാതെ, തിന്മകൾ വരാതെ കൊണ്ടുപോവുക എന്നുള്ളത് എന്റെ ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. അത്രമേൽ ശ്രേഷ്ഠകരമായ ഒരു ഇബാദത്തായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനെ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അൽ ഹജ്ജുൽ മബ്റൂർ, സ്വീകാര്യയോഗ്യമായ ഒരു ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ, അതിന് ഒരു പ്രതിഫലവുമില്ല, ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ. സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്ന് വെച്ചാൽ ഹജ്ജ് ചെയ്ത, സ്വീകാര്യയോഗ്യമായ ഒരു ഹജ്ജ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഗൗരവവും അതിന്റെ പ്രാധാന്യവും ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഉണ്ടാവണം. ഈ ഒരു മാസം ദുൽഖഅദ മാസമാണ്,
ഹജ്ജുമായി ബന്ധപ്പെട്ട മാസമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഹജ്ജ്. അതിന് തൗഫീഖ് ലഭിക്കാത്ത ആളുകൾ, അതിന് പോകാൻ കഴിയാത്ത ആളുകൾ അടുത്ത വർഷമെങ്കിലും എനിക്ക് പോകേണ്ടതുണ്ട്, അതിന് ഈ ആരോഗ്യ സമയത്ത് തന്നെ എനിക്ക് പോകേണ്ടതുണ്ട്, കുറെ കഴിഞ്ഞിട്ടല്ല, പ്രായാധിക്യം ചെന്നിട്ടല്ല, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്തല്ല, എന്റെ എല്ലാ ബാധ്യതകളും തീർത്തിട്ട് ഹജ്ജ് എന്നുള്ളതല്ല. അതിനാരോഗ്യമുള്ള, എന്റെ കയ്യിൽ പണമുള്ള, മറ്റ് സാഹചര്യങ്ങളൊക്കെ അനുകൂലമായ ഈ സാഹചര്യത്തിൽ തന്നെ നമുക്കതിനു വേണ്ടി തയ്യാറാവേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ കഴിഞ്ഞ വർഷങ്ങളിൽ അതിനെ അവഗണിച്ചു പോയ ആളുകൾ, സഹോദരങ്ങളെ, ഇനിയുള്ള വർഷങ്ങൾ അതിനെ പരിഗണിക്കാനും ആവശ്യമായ തയ്യാറെടുപ്പുകൾ എടുക്കാനും ഒക്കെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം. അത് പരിഗണിക്കാതെ, അത് ശ്രദ്ധിക്കാതെ, അതിന്റെ സാഹചര്യങ്ങളും അതിന് അനുകൂലമായ അവസ്ഥകളും ഒക്കെ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടും അതിനെ പരിഗണിക്കാതെ ഈ ഒരു കർമ്മം നിർവഹിക്കാതെ നമ്മൾ മരണപ്പെട്ടു പോയാൽ പരലോകത്ത് അപകടമായിരിക്കുമെന്ന് ഓരോ സഹോദരങ്ങളും സഹോദരികളും തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഹജ്ജിന്റെ കർമ്മങ്ങളിൽപ്പെട്ട ചില കർമ്മങ്ങളൊക്കെ ഹജ്ജിന് പോകാൻ കഴിയാത്ത നാട്ടിലുള്ള നമുക്ക് നിർവഹിക്കാനുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉദ്ഹിയ്യത്ത് കർമ്മം എന്നുള്ളത്. നമ്മളൊക്കെ അതിനുള്ള തയ്യാറെടുപ്പുകളിൽ അതിന്റെ ഷെയർ കാര്യങ്ങളും അതിന് പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചൊക്കെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ നിർവഹിക്കുമ്പോൾ ഉദ്ഹിയ്യത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഉദ്ഹിയ്യത്ത് അതും നമ്മുടെ നാട്ടിൽ ചില കാര്യങ്ങൾ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതൊക്കെ വലിയ പണക്കാർ ചെയ്യേണ്ടതാണ്. അതിന് ചില ആളുകളുണ്ട്, അത് അവരിങ്ങനെ വർഷാവർഷം അറക്കും, അവരിങ്ങനെ ഷെയർ കൂടും, അതിന് ചിലൊരു കമ്മിറ്റി ഉണ്ട്, അത് അവർ നിർവഹിച്ചു കൊള്ളുന്ന. സഹോദരങ്ങൾ, ഇതൊരു ഒരു സാധാരണ അറവല്ല ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. അതല്ലെങ്കിൽ അത് കേവലം ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യവസ്ഥയുമല്ല ഉദ്ഹിയ്യത്ത്. അതിന്റെ പിന്നിൽ വലിയ ത്യാഗ പരിശ്രമത്തിന്റെ ചരിത്രങ്ങൾ അയവിറക്കുകയാണ്. അതിന്റെ ഒരു പ്രതീകമാണ്, ഒരു വലിയ ത്യാഗത്തിന്റെ പ്രതീകമാണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. ഞാൻ ആമുഖമായി ഓതിവെച്ച സൂറത്തു സാഫാത്തിലെ ചില വചനങ്ങൾ ആ ത്യാഗത്തിന്റെ സ്മരണ ഓർമ്മിപ്പിക്കുകയാണ്, അതിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് അവിടെ എടുത്തു കൊടുക്കുന്നത്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ എനിക്കൊരു സ്വാലിഹായ മകനെ തരണേ, എനിക്കൊരു സ്വാലിഹ. ഇത് എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? ഒരുപാട് പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു വന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് സന്താന ഭാഗ്യം ലഭിച്ചിട്ടില്ല. ചരിത്രം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. 86-ാമത്തെ വയസ്സിലാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്തായാലും വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയിലെത്തിയ സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, പടച്ചവനെ, കുട്ടികളില്ല, മക്കളില്ല, എനിക്ക് നീ മക്കളെ തന്നെ. ഒരുപാട് പാഠങ്ങൾ അതിലൂടെയുണ്ട്. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ കുടുംബത്തിൽ, അയൽപക്കത്ത്, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ മക്കളെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇത്തരം സാഹചര്യത്തിൽ ഇത് എപ്പോഴാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത്? എപ്പോഴാണ്? വിവാഹം കഴിഞ്ഞിട്ട് 1.5 കൊല്ലം കഴിഞ്ഞിട്ടല്ല, ഏതെങ്കിലും 1-2 ഗൈനക്കോളജിയെ കാണിച്ചിട്ടും മക്കളില്ലാത്തൊരു അവസ്ഥയിലല്ല, മറിച്ച് വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയിലെത്തിയ ഒരു സാഹചര്യത്തിലും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്നത് ആരെയാണ്? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, എന്റെ റബ്ബേ എനിക്ക് നീ സന്താനത്തെ തരണേ. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? മക്കളില്ലാത്തതിന് അങ്ങ് ഉള്ളാളത്തേക്ക് യാത്ര പോകുന്ന ആളുകളുണ്ട്. മക്കളെ കിട്ടാൻ വേണ്ടി ചില കബറുകൾക്ക് മേലെ ജാറം മൂടുന്ന ആളുകളുണ്ട്. അങ്ങ് പാലക്കാട് ഒരു മരത്തിന്റെ ശിഖിരത്തിൽ തൊട്ടില കെട്ടിയാൽ മക്കളെ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തിലെ മെമ്പർമാരുള്ളപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക പിൻപറ്റാനാണ് വിശുദ്ധ ഖുർആനിലെ ഇത്തരത്തിലുള്ള ചരിതങ്ങൾ നമുക്ക് പ്രചോദനമേകേണ്ടത്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് റബ്ബി ഹബ്ലി, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധിയിലാണ്, എനിക്കൊരു മകനെ അത്യാവശ്യമാണ്, പടച്ച റബ്ബേ നീയല്ലാതെ അത് തരാനില്ല, ഞാൻ നിന്നോടല്ലാതെ പ്രാർത്ഥിക്കുന്നില്ല. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അങ്ങേ അറ്റം നിരാശ പുൽകേണ്ട ഒരു സന്ദർഭത്തിൽ പോലും നിരാശനാവാതെ റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ച് റബ്ബ് തരുമെന്ന വിശ്വാസത്തോടുകൂടെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് മാതൃകയാവേണ്ടതുണ്ട്. ആ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹു 101-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞു, ബശർനാഹു ബിഗുലാമിൻ ഹലീം, വിവേകശാലിയായ ഒരു മകനെ നിനക്ക് തരാമെന്ന് അല്ലാഹു ദാ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. സഹോദരി, ഞങ്ങൾ ആ സന്തോഷ വാർത്ത അറിയിക്കുന്നു.
ആ കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം പ്രാർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മകനെ നൽകുകയാണ്. ആ മകൻ അങ്ങനെ അദ്ദേഹത്തോടൊപ്പം പരിശ്രമിക്കാനുള്ള ഒരു 10-17 വയസ്സൊക്കെ ആയ ഒരു സമയത്ത് അല്ലാഹു പറഞ്ഞതെന്താ? ഖുർആൻ സൂറത്തു സാഫാത്തിന്റെ വചനങ്ങളിലൂടെ തന്നെ അല്ലാഹു പറഞ്ഞു, ഫലമ്മാ ബലഗ മഅഹു സഇയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹു ഫൻദുർ മാദാ തറാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം തന്റെ മകനെ വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി പറയുന്ന രംഗം സൂറത്തു സാഫാത്തിലൂടെ അള്ളാഹു പറയുന്നു. ആ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് മോനെ. ആ സ്വപ്നം എന്താണ്? അന്നി അദ്ബഹു, ഞാൻ നിന്നെ അറുക്കണമെന്നാണ്. അത് കേവലം ഒരു സ്വപ്നമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം തള്ളിക്കളയുകയല്ല. കാരണം പ്രവാചകന്മാരുടെ സ്വപ്നം അത് അള്ളാഹുവിന്റെ വഹിയാണ്. അത് നമ്മൾ കാണുന്നത് പോലുള്ള സ്വപ്നമല്ല, അതെന്തെങ്കിലും ഒരു പായ്ക്കിനാവല്ല, മറിച്ച് അള്ളാഹുവിന്റെ വഹിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടുകൊണ്ട് തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഫൻദുർ മാദാ തറ, മോനെ എന്നാ നിന്റെ അഭിപ്രായം? ആരോടാണ് ചോദിക്കുന്നത്? മകനെ അറുക്കണമെന്ന് മകനെ വിളിച്ചുകൊണ്ട് പടച്ച റബ്ബിന് ഇങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്, മോനെ എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ മോനെ നിന്റെ അഭിപ്രായം? ആലോചിക്കണം. നമുക്ക് ഓരോരുത്തർക്കും അതിൽ നിന്ന് പാഠമുണ്ട്. സ്വന്തം മക്കൾ സുബഹി നമസ്കരിക്കാതെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും വാതിലിന് ശബ്ദമില്ലാതെ വാതില് കതകുകൾ പതുക്കെ ചാരി ബാത്റൂമിലെ ടാപ്പ് പോലും പതുക്കെ തുറന്ന് മക്കളൊന്നും എഴുന്നേൽക്കരുതെന്ന ആഗ്രഹത്തോടുകൂടെ അവരോടുള്ള സ്നേഹവും ലാളനയും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ സ്വർഗത്തിൽ പോയാലും എന്റെ മക്കൾ നരകത്തിൽ പോകുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാതെ പറയുന്ന ആളുകൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്രമേൽ ഗൗരവമുള്ള വിഷയമാണ് തന്റെ മകനോട് സംസാരിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. അതിന് മക്കളെ നമ്മൾ പാകപ്പെടുത്തേണ്ടതുണ്ടോ? ധാർമ്മികമായി അവരെ ഉന്നതിയിലേക്ക് നമ്മൾ കൈപിടിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അള്ളാഹുവിലെ അചഞ്ചലമായ തൗഹീദ് അവരുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടതുണ്ട്. റബ്ബിന്റെ കൽപ്പനകൾ അവരോട് ആർജവത്തോടുകൂടെ പറയാൻ ഇന്ന് മക്കൾ നിര്യാണിന്റെ താഴെ വസ്ത്രം ധരിച്ച മാതാപിതാക്കൾ ഒന്നും പറയാത്തത് എന്തുകൊണ്ടാണ് മക്കളുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് സുബഹി ജമാഅത്തിന് പോലും മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ രക്ഷിതാക്കൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ആലോചിക്കണം. നമ്മൾ നമ്മുടെ ഖുർആൻ ക്ലാസുകളിൽ, നമ്മുടെ ഖുർആൻ പദ്ധതികളിൽ, നമ്മുടെ പള്ളികളുമായി ദഅവ പ്രവർത്തനങ്ങളുമായി എന്താ കുറച്ച് തലനരച്ച ആളുകളെ മാത്രം കാണുന്നത് എന്തുകൊണ്ടാണ്? എവിടെ പോയി നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും? ആർജവത്തോടുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശം തന്റെ മകനെ വിളിച്ചുകൊണ്ട് അഭിപ്രായമാരായാൻ കാണിച്ച ആ ധാർമ്മികത, ആ ഒരു തന്റെ ഇടം എന്തുകൊണ്ടാണ് ഇന്നത്തെ രക്ഷിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണത്. ധാർമ്മികമായി ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ഞാനും നിങ്ങളും എവിടെയോ ചില പ്രയാസങ്ങൾ കാണിച്ചതിന്റെ തിക്തഫലമാണ് ഇന്ന് പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ചോദ്യം ചോദിച്ചപ്പോ തന്റെ മകന്റെ മറുപടി എന്താ? യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്താണ് ഇഫ്അൽ മാ തുഅ്മർ? അല്ലാഹ് എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ അത് പ്രവർത്തിക്കണം ഉപ്പ. അള്ളാഹു എന്താ കൽപ്പിച്ചത്? എന്നെ അറക്കണം എന്നല്ലേ? അത് നിങ്ങൾ ചെയ്യണം ഉപ്പാ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇൻഷാ അല്ലാഹ് എന്നെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം ഉപ്പ. തട്ടിപ്പടയാതെ ഒരു അനുസരണയുള്ള മകനായിക്കൊണ്ട് നിങ്ങളുടെ വാളിന്റെ തലപ്പത്ത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കിടന്നു തരാം എന്നാണ് അതിന്റെ അർത്ഥം. അനുസരണയുള്ള മകനായി ഇന്നത്തെ മക്കൾ ശ്രദ്ധിക്കേണ്ടതാ. സ്വന്തം മാതാവ് എന്തെങ്കിലും പറയുമ്പോ, പിതാവ് എന്തെങ്കിലും പറയുമ്പോ ഏത് രൂപത്തിലാണ് നമ്മുടെ മക്കളുടെ പ്രതികരണങ്ങൾ എന്ന്. അല്പം ചാടി വീശയൊക്കെ വരുമ്പോഴേക്ക്, അല്പം ഒന്ന് ആരോഗ്യം വരുമ്പോഴേക്ക് എനിക്കൊരു ഉപ്പാന്റെ ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ച്, അതല്ലെങ്കിൽ ഉമ്മ ദുർബലയാണെന്ന് വിചാരിച്ച് ഉമ്മയോട് ചാടിക്കളിക്കുന്ന, ഉപ്പയെ ചീത്ത പറയുന്ന, ഉമ്മയെ പേടിപ്പെടുത്തുന്ന രൂപത്തിലൊക്കെ ചില മക്കളുടെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോ വിശുദ്ധ ഖുർആനിൽ ഉൾക്കൊള്ളുന്ന ഓരോ സത്യവിശ്വാസികളായ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പൊന്നുമോൻ മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രതികരണത്തിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ,
ചരിത്രം നമുക്കറിയാം. അറുക്കേണ്ടി വന്നിട്ടില്ല എന്നും പകരം ഒരു ആടിനെ അറുത്താൽ മതിയെന്നും അത് നിന്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു ഇബ്രാഹിമേ, ഈ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു ഇബ്രാഹിമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതൊക്കെ നമുക്ക് ചരിത്രം അറിയാം. പക്ഷേ ആ ഒരു ത്യാഗം ഇത് നമുക്കല്ലേ അറിയൂ. ഇബ്രാഹിം നബി അറുത്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഇബ്രാഹിം നബി കൊണ്ടുപോകുമ്പോ, കൈത്തിലേക്ക് കത്തിവെക്കുമ്പോ ഒക്കെ ഇബ്രാഹിം നബിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? സ്വന്തം മോനെ അറക്കുക, അള്ളാഹുവിനെ അനുസരിച്ച്. ആ വല്ലാത്ത ഒരു ത്യാഗത്തിന്റെ ചരിത്രം അതിനെ അയവിറക്കുകയാണ് ഉദ്ഹയ്യത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. സഹോദരങ്ങളെ, ആ ഒരു പ്രതീകമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ത്യാഗം നമ്മൾ ഉദ്ഹയ്യത്തിൽ അത് ഉണ്ടാകണം. സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും കണ്ടുവരുന്ന ഒരു ഉദ്ഹയ്യത്ത് എങ്ങനെയാണ്? അത് വർഷാവർഷം അതിന് പ്രത്യേക ഒരു കമ്മിറ്റി ഉണ്ടാകും, അവരെടുത്തൊരു ലിസ്റ്റ് ഉണ്ടാകും. കഴിഞ്ഞ വർഷം ഈ വർഷം ഇപ്പൊ ആരൊക്കെ ഉദ്ഹയ്യത്ത് എന്ന് നോക്കുമ്പോൾ ആ പഴയൊരു ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ അവരൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യും. എന്നാ പിന്നെ എത്രയാണ് ഷെയർ എന്ന് ചോദിക്കും. 8000-ൻ്റെതാണോ 10,000-ൻ്റെതാണോ? അവര് തന്നെ നമ്മൾ ആലോചിക്കേണ്ട സഹോദരൻ, നമ്മുടെ പള്ളിയിൽ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിലില്ലാത്ത എത്ര പുതിയ മെമ്പർമാർ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് എന്താ നമ്മുടെ സാമ്പത്തികമായ അവസ്ഥ? ഞാൻ അതിന് അർഹനായിട്ടുണ്ടോ? എനിക്ക് ഉദ്ഹിയ്യത്ത് അറക്കാനുള്ള പ്രാപ്തി എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ടോ? ഒരു ഷെയർ എനിക്ക് എടുത്തുകൂടെ? അല്ലെങ്കിൽ 2 ഷെയർ എനിക്ക് എടുത്തുകൂടെ? കഴിഞ്ഞ വർഷത്തതുപോലെയല്ലല്ലോ. കഴിഞ്ഞ വർഷങ്ങളിൽ 4-5 വർഷം മുമ്പ് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, കടബാധ്യതയുണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ, മകൻ ഗൾഫിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, ഭർത്താവിന് ജോലി ആയിട്ടുണ്ട്. ഇപ്പൊ പ്രയാസങ്ങളൊന്നുമില്ല, പ്രാരാബ്ദങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയാൽ എനിക്കൊന്ന് ആലോചിച്ചുകൂടെ? സഹോദരികൾക്ക് ആലോചിച്ചുകൂടെ? സഹോദരങ്ങൾക്ക് ആലോചിച്ചുകൂടെ? ഒരു ഷെയർ എടുത്തുകൂടെ? ഈ വർഷം ഒരു ഷെയർ എടുത്തുകൂടെ? ഒന്നറക്കാൻ പറ്റുന്നവർ ഒന്ന്, അതല്ലെങ്കിൽ ഒരു ഷെയർ എടുക്കാൻ പറ്റുന്നവർ ഒരു ഷെയർ. ഇത് ആലോചിക്കണ്ടേ സഹോദരങ്ങളെ? ഇത് എല്ലാ വർഷവും ഒരു പ്രത്യേക ചില ആളുകൾ അവര് മാത്രം ഇങ്ങനെ ഉദ്ഹയ്യത്ത്, ഇതെല്ലാം ഇതിന് ഏറെ വലിയ പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും പല തരത്തിലുള്ള കാരണങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകും, അല്ലേ? പ്രശ്നങ്ങളാണ്, പ്രയാസം. എന്നാലോ വെക്കേഷൻ വരുന്ന സമയത്ത് ടൂറ് പോകാൻ വലിയ പ്രശ്നമുണ്ടോ? അതല്ലെങ്കിൽ വണ്ടിയിൽ എണ്ണടിക്കാൻ കുഴപ്പമുണ്ടോ? മൊബൈൽ റീചാർജ് ചെയ്യാൻ കുഴപ്പം? എന്തിന്, എവിടെയാണ്? നമ്മൾ ദുനിയാവിന്റെ വിഷയങ്ങളിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. പക്ഷെ പരലോകത്ത് വലിയ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഇത്തരം വിഷയങ്ങളിലും പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാണ്? അതിനൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതിന് നമുക്ക് പണമില്ല, അതിന് നമുക്ക് പ്രയാസാണ്. സഹോദരങ്ങളെ, 1000 രൂപ ഒരു മാസം നമുക്ക് മാറ്റി വെക്കാനുണ്ട് എങ്കിൽ, ഒരു 12,000 രൂപന്റെ ഷെയർ ആണെങ്കിൽ പോലും ഒരു കൊല്ലത്തേക്ക് നമുക്ക് മാറ്റിവെച്ചൂടെ? ശരി, ഈ വർഷം നമ്മൾ അത് ശ്രദ്ധിച്ചിട്ടില്ല, നമുക്കത് പറ്റിയിട്ടില്ല. അടുത്ത വർഷത്തേക്ക് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അടുത്ത വർഷത്തേക്കെങ്കിലും നമ്മൾ അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് ഇപ്പൊ തന്നെ നമ്മൾ തുടങ്ങണം. മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാകണം. അത്രമേൽ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഫസല്ലി ലിറബ്ബിക വൻഹർ, നമ്മൾ കേട്ട് പരിചയമുള്ള ആയത്ത. അല്ലാഹു പറഞ്ഞത് ഫസല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കണം. വൻഹർ, നീ ബലിയറുക്കുകയും വേണം. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതീവ ഗൗരവമുള്ള മുഅക്കദായ അതിശക്തമായ പ്രബലമായ സുന്നത്താണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇന്ന സ്വലാത്തി വനുസുക്കി, എന്റെ നമസ്കാരവും എന്റെ ജീവിതവും എന്നൊക്കെ പറയുമ്പോൾ എല്ലാം റബ്ബിനാണെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു വർത്തമാനമാണ് വനുസുക്കി, എന്റെ ബലികർമ്മം. അള്ളാഹുവേ, നമുക്ക് വേറെ ആർക്കില്ല. മൊയ്തീൻ ശൈഖിന് വേണ്ടി ബലിയറക്കുന്നവരല്ല നമ്മൾ, ബദരീങ്ങൾക്ക് വേണ്ടി ബലിയറക്കുന്നവരല്ല നമ്മൾ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിന് വേണ്ടി മാത്രമാണ് നമ്മൾ ബലിയറക്കുന്നത് എന്ന് പറയുന്നവരാ. അപ്പൊ ഈ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അതിന് സാമ്പത്തികമായ സുസ്ഥിതി ലഭിച്ച ആളുകൾ അത് നിർവഹിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പ്രവാചകന്റെ അവസ്ഥ നമുക്കറിയാലോ. എത്രത്തോളം സാമ്പത്തികമായ അവസ്ഥ പ്രവാചകനുണ്ടായിരുന്നു. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വന്തം കരങ്ങളെ കൊണ്ട് ഉദ്ഹിയ്യത്ത് അറക്കാറുണ്ടായിരുന്നു എന്നാണ്. ഒരുപാട് വർഷങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് പറഞ്ഞത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൂല ഉംരിഹി, ജീവിതകാലത്ത് പല ആവർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ഹിയ്യത്ത് അറത്തിട്ടുണ്ട്. ഉപേക്ഷിച്ചതായിട്ട് ഒരു റിപ്പോർട്ട് പോലും വന്നിട്ടില്ല. നമുക്കത് സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായ വിശാലത നൽകിയ ഒരാളും അതിൽ നിന്ന് മാറി നിൽക്കരുത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരൊറ്റ ഹദീസ് കൂടെ ഈ വിഷയത്തിൽ ഇത് തന്നെ മതി നമുക്ക് ധാരാളം. മൻ കാന ലഹു സഅത്തുൻ വലം യുദഹി, സാമ്പത്തികമായി
അതിനുള്ള ഒരു ഉദ്ഹിയ്യത്ത് അറക്കാൻ, ഒരു കന്നിനെ അറക്കാനാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഒരു ഷെയർ കൂടാനാണെങ്കിൽ അങ്ങനെ, അതിനുള്ള പ്രാപ്തിയും സാമ്പത്തികമായ സുസ്ഥിതിയും റബ്ബ് നൽകിയിട്ട് വലം യുദ്ഹി, ഒരുവൻ ഉദ്ഹിയ്യത്ത് അറത്തിട്ടില്ല, അതൊക്കെ മറ്റുള്ളവർ ചെയ്തോട്ടെ എന്ന ധാരണയിൽ അതിനെ അവഗണിച്ചാൽ ഫലാ യഖ്റബന്ന മുസല്ലാന, പെരുന്നാളിന്റെ അന്ന് നിസ്കരിക്കാൻ ഈദ്ഗാഹിലേക്ക് അവൻ വരേണ്ടതില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ പ്രയോഗം ഫലാ യഖ്റബന, അങ്ങോട്ട് അടുക്കരുത് എന്നാണ്, വരണ്ടെന്നല്ല, അങ്ങോട്ട് അടുക്കുക പോലും വേണ്ട. അത്ര നോയൽ ഗൗരവത്തോടെ റസൂലുള്ളാഹി അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ചാൽ മതി ആ വിഷയത്തിന്റെ ഗൗരവം. ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുകയും കഴിയുന്ന ആളുകളൊക്കെ ഒരു ഷെയർ ആണെങ്കിൽ ഒരു ഷെയർ നമ്മൾ കൂടുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.